വധക്കേസിൽ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടതിൽ നിരാശയുണ്ടെന്ന് ഷാരോണിന്റെ കുടുംബം പ്രതികരിച്ചു. സിന്ധുവിന് വ്യക്തമായ പങ്കുണ്ടെന്ന് പിതാവ് ജയരാജൻ പറഞ്ഞു. ഗ്രീഷ്മയെ കൊണ്ട് കൊലപാതകം ചെയ്യിച്ചത് അമ്മയാണെന്ന പിതാവ് റിപ്പോർട്ടുണ്ട്. ഒരമ്മ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അമ്മയ്ക്കും കൂടെ ശിക്ഷ കൊടുക്കണമായിരുന്നു. 3 പേർക്കും ശിക്ഷ കൊടുക്കണമായിരുന്നു. അമ്മയും കുറ്റക്കാർ തന്നെ. മോളെ തെറ്റ് ചെയ്ത അതിന് പിന്നെ മാറ്റിയെടുക്കുന്നതിന് പകരം അവൾ കൂട്ടുന്നതാണ്. അപ്പോൾ ആ അമ്മയ്ക്ക് ശിക്ഷ കൊടുക്കേണ്ടത് തന്നെയാണ്. ടുക്കുമെന്ന കുടുംബം പറയുന്നു. സമാനതകളില്ലാത്ത വെല്ലുവിളികളിലൂടെയായിരുന്നു ഷാരോൺ വധക്കേസിൽ അന്വേഷണം കടന്നുപോയത്. വിഷമുള്ളിൽ ചെന്നാണ് മരിച്ചതെന്ന് പറയുമ്പോഴും വിഷത്തിന്റെ അംശമൊന്നും ഷാരോന്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഉണ്ടായിരുന്നില്ല. തെളിവുകളൊന്നും ആദ്യഘട്ടത്തിൽ അവശേഷിച്ചിരുന്നില്ല. ആദ്യം അന്വേഷിച്ച പോലീസിന് കാര്യമായൊന്നും കണ്ടെത്താനുമായില്ല. അപ്പോഴാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നത്. അവസാന നിമിഷം മരണപ്പെട്ട ഷാരോണിൻ്റെ സഹോദരൻ ഒരു ആയുർവേദ ഡോക്ടറാണ്. ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ഈ ഷാരോൺ എന്ത് കഴിച്ചു എന്ന് വ്യക്തതയില്ലാത്തതിനാൽ ഈ സഹോദരൻ പല പ്രാവശ്യം ഈ ഗ്രീഷ്മേനോട് ചോദിക്കുന്നുണ്ട്. കഷായമാണ് കുടിച്ചതെന്ന് പറഞ്ഞത് പ്രകാരം ഏത് കഷായമാണ് കൊടുത്തത്, എന്തിൻ്റെ കഷായമാണ് എന്ന് ഒക്കെ ചോദിക്കുമ്പോഴും ഈ ഗ്രീഷ്മ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ വേറെ കഷായത്തിൻ്റെ പേരുകളാണ് പറഞ്ഞത്. ഞാൻ കുടിച്ചുകൊണ്ടിരുന്ന സാധനമാണ് അച്ഛന് കൊടുത്തത്. ഞാൻ അന്ന് രാവിലെയും കുടിച്ച് ആ സാധനം ഞാൻ കുടിച്ചു. അതാണ് ഞാൻ അല്ലാതെ ഞാൻ വല്ലതും എടുത്ത് കൊടുക്കുവാടാ. ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. അന്ന് രാവിലെയും ഞാനത് കഴിച്ച്, അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. എല്ലാം കൂടെ കേട്ടിട്ട് എനിക്ക് ഇവിടെ നിന്ന് എന്തായാലും പോയ്സൺ ഒന്നും ആയിട്ടില്ല, അത് ഞാൻ ഉറപ്പിച്ച് പറയാം. അതുപോലെ തന്നെ വേറൊരു കഷായത്തിൻ്റെ ബോട്ടിൽ എടുത്തിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിൽ ഇട്ട് കൊടുത്തു. പക്ഷേ ഇതൊന്നും തന്നെ മരണകാരണമാവുന്നോ ശരീരത്തിന് ഹാനി സംഭവിക്കുന്ന രീതിയിലുള്ള ഒരു കഷായവുമല്ല. കഷായം മാത്രം കുടിച്ചിട്ട് ഒരാൾ പോലും മരണപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ഇത് അല്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. ആ സമയത്ത് കഷായമല്ല കൊടുത്തത്. കഷായം കൊടുത്തെങ്കിൽ തന്നെ അതിൽ മറ്റെന്തോ വിഷം കലർന്ന രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട് എന്ന് നമുക്ക് ബലമായ ഷാരോൺ മരിക്കുമെന്ന് ഏകദേശം 99% ഉറപ്പായ ഘട്ടത്തിലാണ് അച്ഛനോട് ഈ പറയുന്ന സത്യം തുറന്നു പറഞ്ഞത്. അതുവരെ അവനറിയാമായിരുന്നുവെങ്കിൽ പോലും ആ സത്യം മറ്റാരോടും പറഞ്ഞിരുന്നില്ല. അത് പ്രണയപ്പകയല്ല, പ്രണയപ്പക എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. അതായത് മെച്ചപ്പെട്ട മറ്റൊരു ജീവിതം ആഗ്രഹിച്ച ഗ്രീഷ്മ ഈ പയ്യനായ, പ്രത്യേകിച്ച് തൊഴിലൊന്നുമില്ലാത്ത വിദ്യാർത്ഥിയായ 2 സമുദായത്തിൽപ്പെട്ട ഈ ഷാരോണിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കൊലപാതകമല്ലാത്ത രീതിയിലുള്ള മറ്റു മാർഗങ്ങളിലൂടെ ശ്രമിച്ചിട്ടും അവനതിൽ നിന്ന് പിന്മാറാതെ വന്നപ്പോഴാണ് കൊല ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി തന്നെ ജ്യൂസ് ഈ പ്രതിയുടെ കയ്യിലുണ്ടായിരുന്നു, ഈ പെൺകുട്ടിയുടെ. അതിലൊരു ജ്യൂസിൻ്റെ കളറ് വളരെ വ്യക്തമായിട്ട് വേറൊന്നും പറ്റും. ആ ജ്യൂസിൽ പാരസെറ്റമോൾ ഗുളിക അന്ന് കോളേജിൽ പോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് പൊടിച്ച് ഒരു ഡപ്പയിലാക്കി അവിടുത്തെ കോളേജിൽ പോയി ബാത്റൂമിൽ കലർത്തിയാണ് ആദ്യത്തെ അറ്റംപ്റ്റ് നടത്തുന്നത്. അന്ന് ഈ ഗുളികയുടെ വ്യത്യാസം കൊണ്ട്, രുചി വ്യത്യാസം കൊണ്ട് ഈ ഷാരോൺ അത് കുടിച്ചില്ല. അത് അന്നേരം അത് ഒറിജിനൽ ജ്യൂസ് കൊടുത്തിട്ട് അത് മറച്ചു വെച്ചു. ഇതെന്തോന്നാണ് കളി, എന്തോന്നാണ് പറ, റെക്കോർഡ് ചെയ്യണം പറ.
ഏറ്റവും നിർണായകമായത് സുഹൃത്ത് റിജിന്റെ മൊഴിയാണ്. ഷാറൂണിനെ വീട്ടിൽ വിളിച്ചു വരുത്തുകയായിരുന്നു ഗ്രീഷ്മയെന്ന് ജെറിൻ പറയുകയാണ്. ഇരുവരും ബൈക്കിൽ ഗ്രീഷ്മയുടെ വീട്ടിലെത്തിയിരുന്നു. കൂട്ടുകാരനെ പുറത്തു എന്നെ ചതിച്ചു എന്ന് ബൈക്കിൽ വെച്ചിട്ട് ഈ പയ്യനോട്, കൂട്ടുകാരനോട് ഈ ഷാരൂൺ പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ എല്ലാ സാഹചര്യ തെളിവുകളും അയാളുടെ മൊഴിക്ക് അനുസൃതമായിട്ട് തന്നെ തെളിഞ്ഞതാണ്. അന്ന് 10:30 ആയപ്പോൾ എന്നെ വിളിച്ചായിരുന്നു ഇതേപോലെ, അവളെ വീട്ടിൽ ഇതേപോലെ പ്രോജക്റ്റ് മേടിക്കണം വരാൻ പറ്റുമോ, ഇവിടെ അവളെ വീട്ടിൽ നിന്ന് ഇതേപോലെ പ്രോജക്റ്റ് മേടിക്കണം വരാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ ശരി ഞാൻ വരാമെന്ന് പറഞ്ഞ് അങ്ങനെ പോയപ്പോൾ ആണെങ്കിൽ അവളെ വീടത്ത് മുമ്പ് ഇവൻ ഇറങ്ങി. ഓക്കെ. അപ്പോൾ ഞാൻ താഴെ പോയി നിന്ന് ഒരു 15-20 മിനിറ്റ് ആയപ്പോൾ ഇവൻ ആ വീട്ടിൽ നിന്ന് ശബ്ദത്തിലൂടെയാണ് ഇറങ്ങി. അങ്ങനെ ഞാൻ കണ്ടു പറഞ്ഞ് പോയി എന്ത് പറ്റി, അപ്പോൾ വയ്യ ശബ്ദമെല്ലാം മാറി. അപ്പോൾ ബൈക്ക് കയറി പിന്നെയും പോയപ്പോൾ ഛർദ്ദിച്ചു. അപ്പോൾ പിന്നെയും ഛർദ്ദൽ അന്ന് നീല കളറിൽ പോയി. ഞാൻ ചോദിച്ചു എന്താണ് ഈ കളറിൽ പോണത്, അപ്പോൾ പറഞ്ഞ് കഷായം കുടിച്ച് ഇവിടെ വീട്ടിൽ നിന്ന് ഇവിടെ തന്നെ മാറി. റജിൻ പറഞ്ഞ വഴിയിലൂടെ പോലീസ് അന്വേഷണം നടത്തി. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. പറഞ്ഞ സമയത്ത് അവർ ആ വഴി പോയിരുന്നു. CCTV ഫൂട്ടേജുകളെല്ലാം തന്നെ ഇവർ യാത്ര ചെയ്തതിൻ്റെ തത്സമയമായിട്ടുള്ള എല്ലാ ഫൂട്ടേജുകളും നമ്മളെടുത്ത് കോടതിയിൽ ഹാജരാക്കി. തിരികെ വരുന്ന സമയത്തുള്ള ഫൂട്ടേജുകളും ഹാജരാക്കിയിരുന്നു. ആ ടൈം കറക്റ്റായിട്ട് തന്നെ.